ഉള്ളത് അലൈൻ ഒയാസിസിലാണ്. ഹലോ ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക്. സോ ഇന്ന് നമ്മൾ പോകുന്നത് അലൈനിലുള്ള അലൈൻ ഒയാസിസ് ആണ്. സോ ഞാൻ ഈ അലൈൻ ഒയാസിസ് ചൂസ് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു കൊറോണ ടൈമൊക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും ക്രൗഡഡ് അല്ലാത്തൊരു ഏരിയയാണ് അലൈൻ ഒയാസിസ്. സോ അതുകൊണ്ടാണ് നമ്മളിന്ന് ആ ഒരു സ്ഥലത്തേട്ട് പോകുന്നത്. കാരണം കൊറോണ ഇപ്പോൾ ഇൻക്രീസ് ആയിക്കൊണ്ട് വരുന്നതാണ് ഡേ ബൈ ഡേ. സോ നമ്മൾക്കിപ്പോൾ പുറത്ത് പോകണമെങ്കിൽ ഇതേപോലത്തുള്ള ക്രൗഡഡ് അല്ലാത്ത പ്ലേസ് സെലക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സോ ഫ്രണ്ട്സ്, ഇതിൻ്റെ ലൊക്കേഷൻ മോസ്റ്റ്ലി എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് ശരിക്കും അലൈനിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അലൈൻ സിറ്റിയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അലൈൻ മ്യൂസിയത്തിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു അലൈൻ ഒയാസിസ് ഉള്ളത്. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അലൈൻ ഒയാസിസിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് അലൈൻ ഒയാസിസ്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡിലാണ് ശരിക്കും പറഞ്ഞാൽ എൻട്രൻസ്. നമ്മളെ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു അലൈൻ ഒയാസിസിൻ്റെ മിനിച്ചർ അല്ലെങ്കിൽ ഒരു മോഡൽ അവർ വെച്ചിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഈ ഒരു മിനിച്ചർ അല്ലെങ്കിൽ മോഡൽ ശരിക്കും നമ്മൾക്ക് ഈ ഒരു അലൈൻ ഒയാസിസിനെ കുറിച്ചിട്ട് ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ തരുന്നതാണ്. എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് ഈ വാട്ടർ ചാനൽസിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ശരിക്കും പുറത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. കാരണം നമുക്ക് വേണമെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് പുറത്ത് നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റെസ്റ്റ് ഏരിയ പോലെ തന്നെ നമുക്ക് ചെയർസ് ഉണ്ട്, ടേബിൾസ് ഉണ്ട്, അതുപോലെ മജ്ലിസും ഉണ്ട്. സോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഏരിയ ഇവിടെ തന്നെയുണ്ട്. സോ ഫ്രണ്ട്സ്, ഈ ഒരു അലൈൻ ഒയാസിസിൻ്റെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1200 ഹെക്ടറാണ്. അറൗണ്ട് ഒരു 3000 അതിൻ്റെ അബോവ് ഏക്കേഴ്സാണ് ഈ ഒരു അലൈൻ ഒയാസിസിൻ്റെ ഏരിയ. സോ അതുകൊണ്ട് തന്നെ ഈ ഫുള്ളായിട്ടുള്ള ഏരിയനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവർ ഫാംസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ഇതിനകത്ത് നോർമലി വരുന്നത് മോർ ദാൻ 100 ടൈപ്സ് ഓഫ് ഡേറ്റ്സ് ഇവരിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ നാട്ടിൽ ചെന്ന ഒരു പ്രതീതിയാണ് ഈ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണായാലും ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ ഒരു ലാൻഡ്, ശരിക്കും പറഞ്ഞാൽ കുറേ ഗ്രാസൊക്കെയുള്ള ഒരു ലാൻഡും അതിനകത്ത് ഈ തെങ്ങുംതോപ്പിലൊക്കെ പോകുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് ഈ ഒരു അലൈൻ ഒയാസിസ് ചെല്ലുമ്പോഴുള്ളത്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലെമൺ ട്രീ ആണ്. സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡേറ്റ് പാംസ് മാത്രമല്ല ഉള്ളത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് പറിച്ചിട്ടുള്ള ഡേറ്റ്സാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഓരോരോ ബോക്സിൽ അവർ ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, ഓരോരോ ബോക്സിൽ അവർ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു അലൈൻ ഒയാസിസിൽ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ അത്യാവശ്യം ഒരു റെസ്റ്റ് ഏരിയയാണ്. അത്യാവശ്യം നല്ല വെറൈറ്റിയിലുള്ളൊരു റെസ്റ്റ് ഏരിയയാണ്. അതുമാത്രമല്ല മുകളിൽ നമുക്ക് ലൈറ്റും ഉണ്ട്, ഫാനും ഉണ്ട്.
സോ ചൂടായതുകൊണ്ട് നമുക്കതൊക്കെ ഓണാക്കി ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും തുളസിയുടെ ചെടിയാണ്. ഇവർ ശരിക്കും ഒരുമിച്ച് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ യു എയിൽ കാണുന്നത്, ഒരുമിച്ച് ഇവരിങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നടന്നിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് വരാണെങ്കിൽ ബാറ്ററി കാർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാറ്ററി കാറിന് നോർമൽ അഡൾട്ടിന് വരുന്ന 20 ദിറംസും ചിൽഡ്രന് വരുന്നത് 10 ദിറംസുമാണ്. സോ ഈ ഒരു ഫാമിൽ ഓരോരോ ഫാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഹിസ്റ്റോറിക്കൽ വാൾസ് ആയിട്ടാണ്. കാരണം നമുക്ക് ശരിക്കും ആ ഒരു വാൾസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചെറിയ ചെറിയ കല്ലുകൾ വെച്ചിട്ടാണ് ആ ഒരു വാൾസിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇത് ഹിസ്റ്റോറിക്കൽ ബൗണ്ടറീസ് വെച്ചിട്ടാണ് ഈ ഒരു ഫാംസ് ഓരോന്നോരോന്നായിട്ട് അവർ തിരിച്ചേക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പൊമേലോൻ്റെ ട്രീ ആണ്. സോ നിങ്ങൾക്ക് ശരിക്കും പൊമേലോ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഉണ്ടായി കിടക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഞാനിത് അവിടെ നിന്ന് പറിച്ചിട്ടുള്ള പൊമേലോ ആണ് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. നല്ല അത്യാവശ്യം സ്വീറ്റ് ആയിരുന്നു. സോ ഇതാണ് എൻ്റെ ഷേപ്പ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ഒയാസിസിൻ്റെ തൊട്ടടുത്തായിട്ട് പാലസും ഉണ്ട്, അല്ലെങ്കിൽ മ്യൂസിയം ഉണ്ട്. സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാലസിലോട്ടുള്ള മ്യൂസിയത്തിൽ പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫുൾ നടന്നാണ് വീഡിയോ എടുത്തേക്കുന്നത്. ഈ ഒരു ഫാമിൻ്റെ എൻഡ് വരെ ഞാൻ പോയിട്ടാണ് ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവർ ബോർഡ് കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചെറിയ മോസ്ക് ഉണ്ട്. സോ അതുമാത്രം റെസ്റ്റ് ഏരിയയും അവർ കൊടുത്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ശരിക്കും പറഞ്ഞാൽ വാട്ടറിൻ്റെ ചാനലാണ്. സോ ഈ ഒരു വാട്ടർ അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമാനിൽ നിന്നാണ് വരുന്നത്. സോ ഒമാനിൽ നിന്ന് വരുന്ന വെള്ളം ഇവർ ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇവർ പമ്പ് ചെയ്തിട്ട് ഈ ഒരു ചാനലിൽ കൂടി വിടുന്നതാണ്. ഫ്രണ്ട്സ്, ഇതാണ് ശരിക്കും അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫാംസിലോട്ട് വാട്ടർ എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ അവർ പണിഞ്ഞേക്കുന്നത്. അവിടെയാണ് ശരിക്കും വേറെ ഫാംസിലോട്ട് നമുക്ക് പോകുന്നത്. ഇതൊരു കണക്ഷനാണത്. ശേഷം ചൂടുള്ള വെള്ളമാണ്. ഒരേ ഫ്രണ്ട്സ്, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നേച്ചർ ബ്യൂട്ടി എന്നൊക്കെ പറയാൻ നല്ല രസമുണ്ട് ഈ ഒരു ഭാഗത്ത് കൂടിയൊക്കെ നടക്കാനായിട്ട്. സോ ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് ഞാൻ ഡേറ്റ്സ് പറിച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം നമുക്കൊന്ന് വാഷ് ചെയ്യാം. ഈ ഒരു ഒയാസിസിൽ നമുക്ക് കണ്ടുവരുന്നത് വെച്ചാൽ ഫല്ലസ് സിസ്റ്റമാണ്. ഇത് ഏഷ്യൻ ടൈംസിലുള്ളൊരു വേ ഓഫ് ഇറിഗേഷൻ ആണ്. ഇത് ഓരോ വാട്ടർ ചാനൽസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫാംസിൻ്റെ നടുക്കായിട്ട് വാട്ടർ ചാനൽസ് കൊടുക്കുന്നുണ്ട്. സോ അതിനെയാണ് ഈ ഫല്ലജ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നത് വാട്ടറിൻ്റെ ചാനലാണത്. സോ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ബൗണ്ടറി വാൾസാണ്, ഹിസ്റ്റോറിക് ബൗണ്ടറി വാൾസാണ്. ഓരോരോ ഫാമിനും ഓരോരോ പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയ വുഡൻ ഡോർസ് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ അവർ ചെറുതായിട്ടൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇറിഗേഷനെ കുറിച്ചിട്ട്. എന്താണ് ഇവർ യൂസ് ചെയ്യുന്ന ഇറിഗേഷൻ വാട്ടറിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അവർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്.
ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.